ഒരു കാലത്ത് ഒരു ധനികൻ ഒരു ബുദ്ധസന്യാസിയുടെ അടുക്കൽ ചെന്നു പറഞ്ഞു, ഗുരോ, എന്റെ ഉറക്കം കാരണം ഞാൻ വല്ലാതെ അസ്വസ്ഥനാണ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് രാത്രി വൈകും വരെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങിയാൽ തന്നെ രാത്രി മുഴുവൻ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഒരു സുഖവുമില്ല. ക്ഷീണിതനും അസ്വസ്ഥനുമായി തോന്നുന്നു. ദയവായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞുതരണം. ബുദ്ധസന്യാസി പറഞ്ഞു, താങ്കളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പറയുന്നതിനു മുമ്പ് ഗൗതമബുദ്ധന്റെ ഗാഠനിദ്രയുടെ രഹസ്യത്തെക്കുറിച്ച് ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സന്യാസി കഥ പറഞ്ഞു തുടങ്ങി. കഥ ഇങ്ങനെയാണ്. ബുദ്ധൻ ഉറങ്ങുമ്പോൾ രാത്രി മുഴുവൻ ഒരേ നിലയിൽ തന്നെ കിടക്കും. അദ്ദേഹം ഒരിക്കലും തന്റെ കിടപ്പ് മാറ്റാറില്ല. അദ്ദേഹത്തിന് ആനന്ദൻ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. ആനന്ദൻ എപ്പോഴും ഗൗതമബുദ്ധന്റെ അടുത്താണ് ഉറങ്ങാറുണ്ടായിരുന്നത്. ബുദ്ധൻ രാത്രി മുഴുവൻ ഒരേ ശരീരനിലയിൽ കഴിയുന്നത് അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. രാത്രിയുടെ മധ്യത്തിൽ ഉണരുമ്പോൾ പോലും ബുദ്ധനെ അതേ കിടപ്പിൽ തന്നെയാകും കാണുക. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ സൃഷ്ടിച്ചു. ഒരു ദിവസം ആനന്ദന് തന്റെ ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാത്രിയുടെ മധ്യത്തിൽ ബുദ്ധനെ വിളിച്ചുണർത്തി പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണം. താങ്കളോട് ചോദ്യം ചോദിക്കാൻ ഇത് ശരിയായ സമയമല്ലെന്ന് എനിക്കറിയാം. കാരണം താങ്കൾ ദിവസം മുഴുവൻ നടക്കുകയായിരിക്കുമല്ലോ. പക്ഷേ എന്റെ ആകാംക്ഷ അത്രയധികം വർദ്ധിച്ചിരിക്കുന്നു. എനിക്ക് നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ല. അതിനാൽ ദയവായി എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി എന്റെ ആകാംക്ഷ ശമിപ്പിക്കുക. തുടർന്ന് ആനന്ദൻ തുടർന്നു, കഴിഞ്ഞ 20 വർഷമായി ഞാൻ താങ്കളോടൊപ്പമുണ്ട്. താങ്കൾ രാത്രി മുഴുവൻ ഒരേയൊരു നിലയിൽ മാത്രമാണ് കിടക്കുന്നത് എന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അണുവിട പോലും താങ്കൾ അനങ്ങാറില്ല. അപ്പോൾ താങ്കൾ ശരിക്കും ഉറങ്ങുന്നുണ്ടോ അതോ ഇല്ലയോ? ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, ഞാൻ എനിക്ക് വേണ്ടിയുള്ള ശരിയായ ഉറക്കനില കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഉറങ്ങുമ്പോൾ എനിക്ക് അനങ്ങേണ്ട ആവശ്യമില്ല. എന്റെ ശരീരം ഉറങ്ങുമ്പോൾ ഞാൻ ഉണർവുള്ള അവസ്ഥയിൽ തന്നെ തുടരുന്നു. ആനന്ദൻ ചോദിച്ചു, പക്ഷേ പ്രഭോ, ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുക എന്നതെങ്ങനെ സാധ്യമാകും? ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, ഉറക്കസമയത്ത് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരവും അസ്വസ്ഥമാവുകയും അത് വീണ്ടും വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാനിതെല്ലാം കടന്നുപോയി കഴിഞ്ഞു. എന്നിലിപ്പോൾ മനസ്സ് എന്നൊന്നില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ ശരീരം ഒരു മൃതദേഹം പോലെയാകും. ഒരു മൃതദേഹം അതിന്റെ കിടപ്പ് മാറ്റുന്നത് താങ്കൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തുടർന്ന് ബുദ്ധൻ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ മനസ്സ് മാത്രമാണ്. ഗാഠനിദ്രയിൽ പോലും മനസ്സ് ഈ ജോലികൾ ചെയ്യുന്നു. എന്നാൽ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഗാഠനിദ്രയിലാകും, പക്ഷേ നിങ്ങൾ ഉള്ളിൽ ഉണർന്നിരിക്കും. ഉള്ളിൽ നിന്ന് ഉറങ്ങിയ ശേഷവും നിങ്ങൾക്ക് എല്ലാം അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ അവബോധം ഒരു ചെറിയ കത്തുന്ന വിളക്ക് പോലെ തുടർച്ചയായി ജ്വലിച്ചുകൊണ്ടിരിക്കും. കഥ പറഞ്ഞു തീർത്ത് ബുദ്ധസന്യാസി ആ ധനികനോട് പറഞ്ഞു, എന്റെ സുഹൃത്തേ, ഒരു ജ്ഞാനി ഒരു സാധാരണക്കാരനെപ്പോലെ ഉറങ്ങുന്നില്ല. ഒരു സാധാരണക്കാരൻ ഉറങ്ങുമ്പോൾ അയാൾ അബോധാവസ്ഥയിലാകുന്നു. ചുറ്റുപാടുകളെക്കുറിച്ച് അയാൾ അറിയുന്നില്ല. എന്നാൽ ബുദ്ധനെപ്പോലുള്ള ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ അയാൾ എപ്പോഴും അവബോധമുള്ളവനായിരിക്കും. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉണർവിനും ഉറക്കത്തിനുമിടയിൽ ഒരു നിമിഷം വരുന്നു. ആ നിമിഷത്തിൽ അത്ഭുതകരമായ ചിലത് സംഭവിക്കുന്നു. എന്നാൽ ഒരു സാധാരണക്കാരന് ആ നിമിഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. താൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അയാൾ അറിയുന്നില്ല. എന്നാൽ ജ്ഞാനിയായ വ്യക്തി ആ നിമിഷത്തിൽ തന്നെ തുടരുന്നു. ആ നിമിഷം നിങ്ങളെ അവബോധത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഇത് കേട്ട ധനികൻ പറഞ്ഞു, ഗുരു, ഇത്രയും ആഴത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാണ് നല്ല ഉറക്കം ലഭിക്കാത്തതെന്ന് ദയവായി എളുപ്പമുള്ള വാക്കുകളിൽ വിശദീകരിക്കാമോ? സന്യാസി പറഞ്ഞു, എന്റെ സുഹൃത്തേ, ഉറക്കം തടസ്സപ്പെടുന്നതിന് 7 പ്രധാന കാരണങ്ങളുണ്ട്. 1. കിടക്കയുടെ ഉപയോഗം, മിസ്യൂസ് ഓഫ് ദ ബെഡ്. ഒന്നാമത്തെ കാരണം കിടക്കയിൽ ഉറങ്ങുകയല്ലാതെ മറ്റ് ജോലികൾ ചെയ്യുന്നതാണ്. പലർക്കും കിടക്കയിൽ ഭക്ഷണം കഴിക്കുക, കിടന്നുകൊണ്ട് മൊബൈലിൽ വീഡിയോ കാണുക, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ പരദൂഷണം പറയുക എന്നിങ്ങനെ പല ശീലങ്ങളുണ്ട്. കിടക്കയിൽ ചെയ്യരുതാത്ത മറ്റു പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. കിടപ്പുമുറി എന്നാൽ ഉറങ്ങാനുള്ള സ്ഥലമാണ്, പക്ഷേ ആളുകൾ മറ്റ് ആവശ്യങ്ങൾക്കും ഇതുപയോഗിക്കുന്നു. ഇത് കാരണം നമ്മുടെ തലച്ചോറിൽ കിടപ്പുമുറിക്ക് ഒരു കൃത്യമായ അർത്ഥമില്ലാതെ പോകുന്നു. അതിനാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല ഇനി നമ്മൾ ഉറങ്ങണമെന്ന്. ഇതാണ് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാതിരിക്കാനും ഗാഢമായി ഉറങ്ങാതിരിക്കാനുമുള്ള ഒരു പ്രധാന കാരണം. തുടർന്ന് സന്യാസി പറഞ്ഞു, ബുദ്ധവിഹാരങ്ങളിൽ ഒരു സന്യാസി രാവിലെ ഉണർന്നയുടൻ തന്റെ കിടക്ക ഉപേക്ഷിക്കുകയും രാത്രിയിൽ മാത്രമേ വീണ്ടും കിടക്കയിലേക്ക് പോകുകയും ചെയ്യുകയുള്ളൂ. അതുവഴി അദ്ദേഹത്തിന്റെ തലച്ചോറ് കിടക്കയിൽ പോകുക എന്നാൽ ഗാഠനിദ്രയിലേക്ക് പോകുക എന്നാണ് അറിയുന്നത്. 2. ഉറങ്ങാനുള്ള സമയക്രമം, ലാക്ക് ഓഫ് എ ഫിക്സ്ഡ് സ്ലീപ്പ് ഷെഡ്യൂൾ. നല്ലതും വിശ്രമദായകവുമായ ഉറക്കം ലഭിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണം സ്ഥിരമായ ഉറക്കസമയമില്ലാത്തതാണ്. നിങ്ങൾക്ക് രാവിലെ നേരത്തെ ഉണർന്ന് പൂർണ്ണമായി ഉറക്കം ലഭിക്കണമെങ്കിൽ രാത്രി നേരത്തെയും ഒരു കൃത്യസമയത്തും ഉറങ്ങാൻ പോകുന്നത് ശീലമാക്കണം. നമ്മൾ സ്ഥിരമായി ഒരു നിശ്ചിത സമയത്തുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അതിനായി തയ്യാറാകുന്നു.
ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഉറക്കം വന്നു തുടങ്ങും. 3. ഉറക്കത്തിനു മുൻപുള്ള ചിന്തകൾ. നെഗറ്റീവ് തോട്ട്സ് ബിഫോർ സ്ലീപ്പ്. ബുദ്ധസന്യാസി പറഞ്ഞു, അസ്വസ്ഥമായ ഉറക്കത്തിന് മൂന്നാമത്തെ കാരണം ഉറങ്ങുന്നതിനു മുമ്പ് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ആശങ്കകളുള്ള ചിന്തകളുമായി രാത്രി ഉറങ്ങാൻ പോയാൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ഇത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾക്കുണ്ടാകുന്ന ചിന്തയായിരിക്കും രാവിലെ നിങ്ങൾ ഉണരുമ്പോഴുള്ള ആദ്യത്തെ ചിന്ത. നമ്മൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും സജീവമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ചിന്തകളെ നമ്മുടെ ഉപബോധ മനസ്സ് പെട്ടെന്ന് സ്വീകരിക്കുകയും അവയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന് നല്ല ചിന്തകളും ചീത്ത ചിന്തകളും തമ്മിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അത് നല്ലതോ ചീത്തയോ എന്നതിനറിയില്ല. ലഭിച്ച വിവരങ്ങൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിനാൽ ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നെഗറ്റീവ് ചിന്തകളെക്കുറിച്ചും ചിന്തിക്കുന്നതിനുപകരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. 4. തെറ്റായ കിടക്കുന്ന ദിശ. റോങ് സ്ലീപ്പിംഗ് ഡയറക്ഷൻ. തുടർന്ന് സന്യാസി പറഞ്ഞു, നല്ലതും ഗാഢവുമായ ഉറക്കം ലഭിക്കാത്തതിന്റെ 4ാമത്തെ കാരണം തെറ്റായ രീതിയിൽ കിടന്നുറങ്ങുന്നതാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ തല വടക്ക് ദിശയിലേക്ക് വെച്ച് കിടക്കരുത്. കാരണം നമ്മൾ തല വടക്കോട്ട് വെച്ച് കിടക്കുമ്പോൾ ഭൂമിയുടെ കാന്തികബലം കാരണം നമ്മുടെ ശരീരത്തിലെ ധാരാളം രക്തം തലച്ചോറിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. തലച്ചോറിലെ വളരെ നേർത്ത ഞരമ്പുകൾ കാരണം അവ പൊട്ടിപ്പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പ്രായമായവരും ദുർബലരുമായ ഒരാളാണെങ്കിൽ മരണം വരെ സംഭവിക്കാം. ചില ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, കന്നുകാലികളെയും മാനുകളെയും പോലുള്ള മൃഗങ്ങൾ വിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും തെക്ക് ദിശയിൽ തലവെച്ച് കിടക്കുന്നു. കൂടാതെ ആളുകൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ തലവെച്ച് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ അവരുടെ രക്തസമ്മർദ്ദം കുറയുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്തുവെന്ന് ഒരു ഗവേഷണം കാണിക്കുന്നു. അതിനാൽ ഒരാൾ എപ്പോഴും തന്റെ തല തെക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് വെച്ച് കിടക്കണം. 5. തെറ്റായ ഉറക്കനില. റോങ് സ്ലീപ്പിംഗ് പോസ്ചർ. അസ്വസ്ഥമായ ഉറക്കത്തിന് 5ാമത്തെ കാരണം തെറ്റായ ഉറക്കനിലയാണ്. ആളുകൾ ചെയ്യുന്ന ഒരു ലളിതമായ തെറ്റ് എന്തെന്നാൽ അവർ ഏത് സ്ഥാനത്തും ഉറങ്ങിപ്പോകുന്നു. കിടക്കുമ്പോൾ അവരുടെ നട്ടെല്ല് നേരെയാണോ അല്ലയോ എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നമ്മൾ നേരെ കിടക്കാനോ അല്ലെങ്കിൽ ഇടതുവശം ചെരിഞ്ഞുകിടക്കാനോ ശ്രമിക്കണം. ഇടതുവശം ചെരിഞ്ഞുകിടക്കുന്നത് നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ നല്ല രീതിയിൽ നിലനിർത്തും. കൂടാതെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾക്ക് പേടി സ്വപ്നങ്ങളോ നൈറ്റ്ഫാൾ പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. നൈറ്റ്ഫാൾ അനുഭവിക്കുന്ന ചെറുപ്പക്കാർ ഈ പ്രശ്നം ഒഴിവാക്കാൻ ഇടതുവശം ചെരിഞ്ഞുകിടക്കാൻ ശ്രമിക്കണം. 6. രാത്രിയിലെ ഭക്ഷണക്രമം. ലേറ്റ് നൈറ്റ് ഹെവി മീൽസ്. നല്ല ഉറക്കം ലഭിക്കാത്തതിന്റെ 6ാമത്തെ കാരണം രാത്രി വൈകി അമിതമായ ഭക്ഷണം കഴിക്കുന്നതാണ്. നിങ്ങൾ രാത്രിയിൽ അമിതമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. കാരണം അമിതമായ ഭക്ഷണം ദഹിക്കാൻ ധാരാളം സമയവും ഊർജ്ജവും ആവശ്യമാണ്. നമ്മൾ ഉണർന്നിരിക്കുകയും ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദഹനം ശരിയായി പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ദഹനം മന്ദഗതിയിലാകുന്നു. മന്ദഗതിയിലുള്ള ദഹനം കാരണം നിങ്ങളുടെ വയറ്റിലെ ഭക്ഷണം ശരിയായി ദഹിക്കില്ല. അത് വയറ്റിൽ നിലനിൽക്കും. ഇത് നിങ്ങളുടെ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും തത്ഫലമായി നിങ്ങൾക്ക് തടസ്സപ്പെട്ട ഉറക്കം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. 7. കട്ടിയുള്ളതും മൃദുവുമായ കിടക്കകൾ. തിക്ക് ആൻഡ് സോഫ്റ്റ് മാട്രസസ്. അസ്വസ്ഥമായ ഉറക്കത്തിന് 7ാമത്തെ കാരണം വളരെ കട്ടിയുള്ളതും മൃദുവുമായ മെത്തകൾ മാട്രസസ് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കട്ടിയുള്ളതും മൃദുവുമായ മെത്തകളിൽ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുമ്പോൾ അത് നിങ്ങളുടെ നട്ടെല്ലിനെ വളയ്ക്കുകയും നിങ്ങളുടെ ഗാഢനിദ്രയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യും. കൂടാതെ വളരെ കട്ടിയുള്ള 2 തലയിണകൾ ഉപയോഗിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ കഴുത്ത് കൂടുതൽ വളയാൻ കാരണമാവുകയും നിങ്ങളുടെ ശരീരത്തിന് പിരിമുറുക്കം അനുഭവപ്പെടുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ഗാഢനിദ്രയ്ക്ക് ഒരു തടസ്സമുണ്ടാക്കും. തുടർന്ന് സന്യാസി പറഞ്ഞു, അതുകൊണ്ട് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാത്തതിന്റെ കാരണങ്ങളാണ് ഇവ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാരണങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാ രാത്രിയിലും നല്ലതും ഗാഢവുമായ ഉറക്കം ലഭിക്കും. സന്യാസിയുടെ വാക്കുകളുടെ അർത്ഥം ആ ധനികന് മനസ്സിലായി. അദ്ദേഹം സന്യാസിയെ വണങ്ങി സന്തോഷത്തോടെ അവിടം വിട്ടുപോയി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഗാഢമായി ഉറങ്ങാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബുദ്ധസന്യാസിയുടെ ഉപദേശം പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതം കൂടുതൽ ശാന്തമാക്കാവുന്നതാണ്.